ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് BJP ചേർന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ബാലഗോപാൽ നാളെ BJP പോകാമെന്ന് ചോദിക്കണം. ഞങ്ങളത് ചോദിക്കില്ല. CPM-ൻ്റെ എത്ര നേതാക്കന്മാർ പോയി. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ മാറി വേറെ പാർട്ടിയിലേക്ക് പോകുന്നതൊക്കെ ഇന്ത്യയിൽ സാധാരണമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രാജിവെച്ച് പുറത്തു പോയത് CPM-ൽ നിന്നാണ്. CPM-ന് 33 വർഷം ഭരണം ഉണ്ടായിരുന്ന ബംഗാളിൽ നിന്നാണ്. 60% നേതാക്കളാണ്. പല CPM ഓഫീസും ഇപ്പോൾ BJP ഓഫീസാണ്. ബോർഡ് മാറ്റി വെച്ചേക്കുക. കാരണം മുഴുവനായിട്ടാണ് BJP ചേർന്നത്. അപ്പോൾ ഇവരൊക്കെ അവിടെ ഇരുന്നിട്ട് ഇത് പറയും. പിന്നെ ഒരു വളരെ ഗുരുതരമായ കാര്യം കൂടി പറയുകയാണ്. ഒരു റിട്ടയർ ചെയ്ത ഒരു IPS ഉദ്യോഗസ്ഥൻ ആണ് ശ്രീമതി പത്മജ വേണുഗോപാൽ BJP-യിൽ ചേരുന്നതിന് BJP-യുമായി ഈ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. ആ റിട്ടയർ ചെയ്ത IPS ഉദ്യോഗസ്ഥൻ ഇപ്പോഴും കേരളത്തിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന IPS ഉദ്യോഗസ്ഥൻ ശ്രീ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ BJP-യിൽ എത്തിച്ചത്. ആരാണ് നിങ്ങൾ അന്വേഷിച്ചു? അത് നിങ്ങൾ അന്വേഷിച്ചു നോക്കിയോ ആരാണ്? അല്ല, മുഖ്യമന്ത്രിക്ക് പത്മജയെ BJP-യിൽ എത്തിച്ചിട്ട് അതിൽ ഏറ്റവും സന്തോഷം ആർക്കാ? ഇന്ന് കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് BJP-യിൽ ചേർന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആർക്കാ സന്തോഷം? ഏറ്റവും വലിയ സന്തോഷം ആർക്കാ? CPM നേതാക്കന്മാർക്കാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിനിടയിൽ അവർ BJP-യും തമ്മിൽ അന്തർധാരയുണ്ട്. BJP-ക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇന്നലെ EP ജയരാജൻ പറഞ്ഞത് എന്താ? CPM-ഉം BJP-യും തമ്മിലാണ് മത്സരം. BJP കേരളത്തിൽ പലയിടത്തും 2ാം സ്ഥാനത്ത് വരുമെന്നാണ്. അപ്പം അതായത് സ്വന്തം പാർട്ടി 3ാം സ്ഥാനത്ത് വരുമെന്ന് EP ജയരാജൻ പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം പാർട്ടി 3ാം സ്ഥാനത്ത് വരും. അപ്പോൾ BJP-ക്ക് കേരളത്തിൽ ഇല്ലാത്ത ഒരു സ്പേസാണ് CPM ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇല്ലാത്ത സ്പേസ് ഒരിക്കലും പറയാത്ത. BJP കേരളത്തിൽ പലയിടത്തും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2ാമത് വരും എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമാകുന്നത് ആർക്കാണ്? BJP-ക്കാണ്. അപ്പോൾ സ്വന്തം പാർട്ടി 3ാം സ്ഥാനത്ത് വരുമെന്നാണ് EP ജയരാജൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളിവിടെ അന്വേഷിക്കുക. നമുക്ക് നാളെ പറയാമല്ലോ, സമയമുണ്ടല്ലോ. വടകരയൊക്കെ നിങ്ങൾ നോക്കിക്കോ, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഞങ്ങൾ. ഞാനൊരു കാര്യം പറയാം. തൃക്കാക്കര ഇലക്ഷൻ തുടങ്ങുമ്പോഴാണ് പ്രൊഫസർ KV തോമസ് CPM സഹയാത്രികനായി മാറുന്നത്. എറണാകുളത്ത് നിരവധി വർഷം MP-യും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയായിരുന്ന ആളാണ് പോയത്. അന്ന് നിങ്ങളൊക്കെ എന്താ പറയുന്നത്? തൃക്കാക്കര ഇലക്ഷൻ പോയി, കാരണം വോട്ട് മുഴുവൻ മറിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ PT തോമസ് വിജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ഉമാ തോമസിനെ വിജയിപ്പിച്ചത്. മനസ്സിലായിക്കോളൂ. വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്.